ധനഞ്ജയ് ശങ്കർ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ നമ്മുടെ നൂറിൻ കൂടി കൈവച്ചിട്ടുണ്ട്. ഇതൊരു മാസ് മസാല ഒരു പടം, ഒരു എൻ്റർടൈനർ, സ്പൂഫ് പടം, റെഫറൻസ് സ്പൂഫിൻ്റെ കളിയാണ് പടത്തിൽ. ഇതിൽ ഇവർ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് കഥയോ ലോജിക്കോ ഒന്നുമില്ല. കഥയും അതുമൊക്കെ വേണം, ജീവിതത്തോട് ജീവിതഗന്ധിയായിട്ടൊക്കെ ചേർന്ന് നിൽക്കണമെന്നുള്ള സിനിമകളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ സിനിമ തിയേറ്ററിൽ തീരെ വർക്കാവത്തില്ല. അങ്ങനെയുള്ളവർ വീട്ടിൽ യൂട്യൂബിലൊക്കെ കാട് പൂക്കുന്ന നേരമൊക്കെ കാണും. അതൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന് സായുജ്യം അടയുക. ഇതിങ്ങനെയാണ്. ഇത് ലാൽ ഫാൻസിനും ദിലീപ് ഫാൻസിനും തിയേറ്ററിൽ കിടന്ന് കൈയടിക്കാൻ ആഘോഷിക്കാനുള്ള ഒട്ടേറെ മൊമെൻറ്റ്സ് സിനിമയിൽ ധാരാളം തന്നെ ഉണ്ട്. പടത്തിൻ്റെ ടൈറ്റിൽ തന്നെ നമ്മളെ അണ്ണന് വേണ്ടി സ്പെഷ്യൽ ടൈറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി കുറച്ച് പിള്ളേർ സെറ്റിനെ കാണിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ഇതിലുള്ളല്ലോ ആസിഫ് അലിയുടെ മറ്റേ പടമുണ്ട് സർക്കിട്ട്, ആ സിനിമയിലൊക്കെയുള്ള ചെറുക്കനൊക്കെ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. നമ്മുടെ വിജയ് ഫാൻസ് കുറച്ച് പിള്ളേർ, അവരാണ് കഥ പറയുന്നത്. ഈ ഇതുപോലത്തെ മാസ് ആക്ഷൻ പടം വരുമ്പോഴേക്കും അവിടെ പിള്ളേർ വെച്ചിട്ട് ബിൽഡപ്പ് കൊടുക്കുന്ന പരിപാടിയെ ഊക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ. ത്രൂ ഔട്ട് ഊക്കുണ്ട്, സെൽഫ് ഊക്കുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ തന്നെ തുടങ്ങണം. അവിടെ പിന്നെ വരുന്നു ഒരു ടിപ്പിക്കൽ ഇൻട്രോ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ദിലീപേട്ടൻ പറയുന്നുണ്ട്, പഴത്തൊലി ഇങ്ങനെ കിടക്കുമ്പോൾ പഴത്തൊലി ചവിട്ടാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പോൾ പഴത്തൊലി ചവിട്ടും, അതൊക്കെ ഞാൻ മതിയാക്കി വെക്കളെ, അതൊക്കെ വിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കോമഡികളൊന്നും സിനിമയിലില്ല. പക്ഷേ ചില കോമഡികളൊക്കെ ചളി സ്റ്റിൽ ഉണ്ട്. എന്നിരുന്നാലും മറ്റേ പഴയ ടൈപ്പ് സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ മൊത്തം ഒരു പുതിയ പിള്ളേരുമായിട്ടുള്ള ട്രെൻഡ് സെറ്റ് ചെയ്ത് പോകുന്നുള്ള രീതിയിൽ സിമ്പിൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ സ്പൂഫ് പരിപാടി, റെഫറൻസ് ത്രൂ ഔട്ട് ചിരിക്കാനുണ്ട്. ചിരിക്കാനെന്ന് പറഞ്ഞാൽ ഗംഭീര സാധനമുണ്ട്. ദേവ്ജി ആയിട്ടൊക്കെ തന്നെ വരുന്നു. അതുപോലെ നമ്മുടെ ഇദ്ദേഹം മറ്റേ ലുക്ക് മിസ്റ്റർ പറയുന്ന വിജയ് മേനോൻ, അങ്ങനെ കുറേ പേര് അവരവർക്ക് നോക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ കോംബോ സീനുണ്ട്. അതൊക്കെ എപ്പിക് സാധനം. ധ്യാൻ ശ്രീനിവാസൻ വന്ന് ആദ്യം തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ കുറേ ഡയലോഗ്, കണ്ടിന്യൂസ് ഫയർ ഡയലോഗുകളുണ്ട്. ചിരിക്കുകയും ചെയ്യും, ഭയങ്കര കൈയടിക്കാനും പറ്റുന്ന കുറേ സാധനങ്ങൾ ഉണ്ട്. അതുപോലെ കുറേ വെറൈറ്റി കാഴ്ചകൾ. ഇപ്പോൾ ക്രിഞ്ച് ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഒരെണ്ണം കാണിക്കും. ഇപ്പോൾ സാധാരണ ഇതുപോലത്തെ പടത്തിൽ 10-15 മിനിറ്റ് ഇട്ട് വധിക്കേണ്ട സാധനത്തിന് ഒരു 10 സെക്കൻഡ് കൊണ്ട് സ്പൂഫായിട്ട് അവതരിച്ചു. അങ്ങനെ കുറേ വെറൈറ്റി കൈയടക്കത്തോടെയുള്ള പരിപാടികൾ പടത്തിലുണ്ട്. അതൊക്കെ അതിൻ്റെ മൊമെൻറ്റം കീപ്പ് ചെയ്ത് തന്നെ അത് ഫസ്റ്റ് ഹാഫിൽ ത്രൂ ഔട്ട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു റീമിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അതും നന്നായിട്ടുണ്ട്. ഇൻ്റർവൽ ബ്ലോക്കിന് അടുപ്പിച്ച് അവിടെ പടം പീക്കായിട്ടുണ്ട്. പിന്നെ ഞാൻ പറയില്ല, കഥയും തേങ്ങയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുറേ പടത്തിൽ ഇപ്പോൾ സൂപ്പർമാൻ അങ്ങനത്തെ കുറേ സിനിമകളിലൊക്കെ വന്നിട്ടുള്ള ഒരു കഥ തന്നെ. അതിന് വേറൊരു ഒരു ചെറിയ പ്രത്യേകതയുണ്ട്, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി അങ്ങനെ പോകുന്ന ഒരു സിനിമ. നമ്മുടെ വിനീത് ശ്രീനിവാസൻ, കഥാപാത്രങ്ങളെല്ലാം പീക്ക്, ഓവർ ദ ടോപ്പ്, ഓവർ ആക്ട്, കാരിക്കേച്ചർ രൂപത്തിൽ ചെയ്തത്. പക്ഷേ അതൊന്നും ഓവർ ആക്ടിങ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ മീറ്റർ പിടിച്ച് തന്നെ അവർ രസകരമായിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ പോയത് പോലും അറിഞ്ഞില്ല. പൊട്ടപ്പൊട്ടയെന്ന് പറഞ്ഞ പടം തീർന്ന് നല്ലൊരു പ്രതീക്ഷ നൽകി ഇത് തൂക്കിയടി സംഭവം ആണെന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് തീരുന്ന ഒരു ഫസ്റ്റ് ഹാഫായിരുന്നു സിനിമയിലുണ്ടായിരുന്നത്. ഇതിൽ പിന്നെ സാൻഡി മാസ്റ്ററിൻ്റെയും ദിലീപിൻ്റെയൊക്കെ സീനുകളൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളിക്കാർ സെറ്റായിരുന്നു. ബാലു വർഗീസ്, ബൈജു, ശരണ്യ പൊന്വണ്ണൻ, അത് മലയാളി കഥാപാത്രമാണ്. മലയാളികൾ ആരും കിട്ടിയില്ലെന്ന് അറിഞ്ഞൂടെ. ശരണ്യ പൊന്വണ്ണൻ, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ നല്ലൊരു ക്യാരക്ടറായിരുന്നു. റെഡിൻ കിൻസ്ലി എന്തിനാണെന്ന് വഴിപാട് പോലെ തമിഴ് സിനിമയിൽ വരും പോലെ ഇവിടെ വഴിപാട് പോലത്തെ ഒരു ക്യാരക്ടർ. അശോകൻ അടിപൊളിയായിരുന്നു. ദേവ്ജിയുടെ കൊലത്തൂക്ക് സീനുകൾ കുറേ ഉണ്ട്. ദേവ്ജിയായിട്ട് തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിയുടെ റെഫറൻസ് കിടു കോമഡിയായിരുന്നു. പിന്നെ മണിയമുള്ള രാജു, ബിജു പപ്പൻ, റിയാസ് ഖാൻ്റെ സീനും കിടുവായിരുന്നു. സലീം കുമാർ കുറച്ചേ ഉള്ളൂ, അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഇയാൾ ചൂരലിലെ ഷമീറിൻ്റെ കുറച്ച് സംഭവങ്ങൾ, കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രമോദ് വെളിയനാട്, ഉല്ലാസ് പന്തളവരൊക്കെയാണ് പിന്നെ അഭിനയിച്ചിരിക്കുന്നത്. അല്ല, ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ സീനൊക്കെ ധ്യാൻ ശ്രീനിവാസൻ തൂക്കി കൊണ്ടുപോയി. അത് ഇവരുടെ ഒരു കോംബോ കെമിസ്ട്രി അടിപൊളിയായിരുന്നു. അങ്ങനെ പോയി സെക്കൻഡ് ഹാഫിൽ ആര് വരുന്നു? നമ്മുടെ അണ്ണൻ വരുന്നു. ലാലേട്ടൻ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഉള്ള ക്യാമിയോ തേങ്ങയൊന്നും അല്ല. ലാലേട്ടൻ ഉണ്ട്. ലാലേട്ടൻ ഫാൻസിന് ആഘോഷിക്കാനുള്ള സാധനമുണ്ട്. ലാലേട്ടൻ വിജയുടെ ഫാനായിട്ട് അഭിനയിക്കുന്നു, അങ്ങനെയൊന്നുമല്ല, ചുമ്മാ പറയണതാണ്. റെഫറൻസ് ഉണ്ട്, വിജയുടെ മാത്രമല്ല ഒരുപാട് റെഫറൻസ് ഉണ്ട്. ലാലേട്ടൻ പറഞ്ഞ സീനൊക്കെ സാറ്റിസ്ഫാക്ഷൻ. ഒരു വിഗ് ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും ലുക്ക് ഒരു രക്ഷയില്ല. ഡാൻസ്, ഫൈറ്റ് പരിപാടി ആഘോഷിക്കാം. മോഹൻലാൽ ഫാൻസിന്, ദിലീപ് ഫാൻസിന് ആഘോഷിക്കാം. അതിനുള്ള വകുപ്പൊക്കെ ഉണ്ട്. നല്ല ഹൈ ആയിട്ട് പടം പോയി. അവസാനത്തെ ഒരു 45 മിനിറ്റ് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. എന്തൊക്കെയൊക്കെയോ കാണിച്ചു വയ്ക്കുന്നത്. അവസാനത്തെ ഒരു 45 മിനിറ്റ് ഒരു ഫ്ലാഷ് ബാക്ക് പരിപാടി. ഓക്കെ, അത് കുറേ നേരമുണ്ട്. അതങ്ങനെ പോയി. പിന്നെ നോക്കിയിട്ട് നമുക്കെന്ന് പറഞ്ഞല്ലേ, നമുക്ക് അതുവരെ കിട്ടിയ ഒരു ഹൈ, അതുവരെ നമ്മൾ തുടങ്ങി പീക്കായിട്ട് ഹൈ ആയിട്ട് നമ്മൾ ആ ഒരു ഇതിൽ വൈബിൽ ആഘോഷിച്ച് ഒരു മൂഡാണ് ഈ സിനിമ. ആ മൂഡിൽ അങ്ങ് പോയി നന്നായിട്ട് ഇരുന്നിട്ട് ലാസ്റ്റത്തെ ഒരു അവസാനം ഒരു ഹൈയുടെ പീക്ക് വരണ്ടേ, ഒരു അഡ്രിനാലിൻ റഷ് വരണ്ടേ. പക്ഷെ അവിടെ എന്തോ സ്ക്രിപ്റ്റിൽ ഒരു തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അവിടെ അങ്ങ് ഒത്തില്ല എനിക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സിനിമ ഒന്ന് തീർന്നാൽ മതി എന്നുള്ളൊരു സെറ്റപ്പായിപ്പോയി.
എന്നാലും നമുക്ക് തിയേറ്ററിൽ ഞാൻ പറഞ്ഞ പോസിറ്റീവ്സ് തന്നെ ധാരാളം. തിയേറ്ററിൽ ആഘോഷിക്കാൻ തന്നെ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ലാലേട്ടനെ കാണാൻ വേണ്ടി വീണ്ടും ഈ സിനിമ കാണും. അതിനുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ ഈ അവസാനത്തെ കുറച്ച് സമയം എന്തെങ്കിലും ഒരു സാധനം സ്പെഷ്യലായിട്ട് പിടിച്ച് ഒരു വെറൈറ്റി സംഭവം സെറ്റ് ചെയ്യായിരുന്നു. ചുമ്മാ ഒരു ഇത് ഇങ്ങനെ കാട്ടിക്കുട്ടി വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അവസാനം. ഇപ്പോൾ നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പം പൊളി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ആ സാധനം പടം കണ്ടിരുന്നപ്പം കിട്ടിയില്ല. ടു ബി ഫ്രാങ്ക് അതാണ് സംഭവം. ഞാനിതിൽ വേറെ ആരുടെ പക്ഷം പിടിക്കുക അങ്ങനെയൊന്നും പറയണില്ല. ഞാൻ സിനിമ കണ്ടുള്ള ഒരു ഒപ്പീനിയനാണ്. അതുവരെയുള്ളതും ഈ പറഞ്ഞ കാരിക്കേച്ചർ ഇങ്ങനത്തെ ഒരു ലോജിക്കില്ലാത്ത പടങ്ങൾ, മാഡ്നസ് സിനിമകൾ കാണുന്നവർക്ക് താല്പര്യമില്ലാത്ത തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ ഇതുപോലെ വരുമല്ലോ, അതൊന്നും കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഒട്ടും വർക്കാവില്ല. നിങ്ങൾക്ക് എന്ത് പ്രാന്താണ് കാണിക്കണേന്ന് തോന്നും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇടപെടുന്നവർ ഈ ദേവ്ജി എന്തിനാണ് ഈ ഡയലോഗ് പറയുന്നത്, ഇതൊക്കെ അറിയാമെന്നുള്ളവർക്ക് ഭയങ്കര കുറേ സീനുകളൊക്കെ പൊട്ടിച്ചിരിച്ച് കൈയടിക്കാനുള്ള അതിൽ ഹൈ കിട്ടുന്ന ഒരുപാട് സീനുകൾ സിനിമയിലുണ്ട്. അതങ്ങ് ഉടനീളം ക്ലൈമാക്സ് വരെയും കീപ്പ് ചെയ്തില്ല എന്നുള്ള ഒരു പരാതി മാത്രമേ എനിക്ക് ധനഞ്ജയുടെ കൊടുത്ത്. മറ്റപടി സംഭവങ്ങളൊക്കെ നന്നായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ CGI അവിടെ ഈ ബ്ലാസ്റ്റ് വരുന്നതൊക്കെ നമ്മൾ 10 വർഷം മുമ്പത്തെ ബ്ലാസ്റ്റ് പോലത്തെ പരിപാടിയായിട്ടാണ് കാണിച്ചു വച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ഗോപി സുന്ദറാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ചിലയിടത്ത് കൊള്ളാം, ചിലയിടത്ത് കുറേ ശബ്ദ കോലാഹലം മാത്രമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വേർത്ത് കുളിക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക് ഷാൻ റഹ്മാൻ, പാട്ടുകളൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. മറ്റേ പാട്ട് കൊലത്തൂക്കിങ് പാട്ട് കൊള്ളില്ല, പക്ഷേ കാണാൻ നല്ല രസമായിരുന്നു അത്. പിന്നെ രഞ്ജൻ എബ്രാമൻ എഡിറ്റർ, നല്ല വർക്കായിരുന്നു. കലൈ കിങ്സ്റ്റൺ സുപ്രീം സുന്ദർ ആക്ഷൻ, ടിപ്പിക്കൽ ഫൈറ്റ് തന്നെ, ഒരു സ്പെഷ്യൽ സംഭവങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ റോണക് സേവിയറിൻ്റെ മേക്കപ്പ് ആസ് യൂഷ്വൽ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൗണ്ട് ഡിസൈൻ, സൗണ്ട് മിക്സിംഗ് ഒക്കെ ഒരു എന്താണ് ഒരു മൊത്തത്തിൽ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ഫീൽ കിട്ടുന്നില്ല. എന്തോ എവിടെയൊക്കെ ഒരു സൗണ്ടിന് ഒരു മിസ്സിങ് പോലെ. നീ തിയേറ്ററിൻ്റെ കുഴപ്പമാണോ എന്നല്ല, പേഡ് SP എന്നാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ മുന്നിൽ കുളിച്ചുടങ്ങി ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് പലതരത്തിലുള്ള സെലക്റ്റീവ് കരച്ചിലുകൾ പലയിടത്തും ഫീൽ ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ബസ്സിൽ കരച്ചിൽ, IFFK കരച്ചിൽ, റോഡ് സൈഡിൽ കരച്ചിൽ. ഈ കരച്ചിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളെ പോലെ 1-2 പേര് വന്ന് നിന്നിട്ട് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ മുങ്ങിപ്പോകുന്നവരൊന്നുമല്ല മലയാളികൾ. അത് നിങ്ങൾ അങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഈ തിയേറ്ററിൽ ഈ സിനിമയുടെ റിസൾട്ട് അത് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി തരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പപ്പായുടെ അഭിപ്രായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും പോയി കാണുക. ഒരു കുറേ ദിവസത്തിന് ശേഷം മലയാളത്തിൽ ഒരു കളർഫുൾ മാസ് മസാല എൻ്റർടൈനർ വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് ആ സാധനം കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള സാധനങ്ങളിൽ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പപ്പയെ എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു ചെറുക്കനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു അവനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് പോലെ ആവും അത്. നമ്മുടെ ദിലീപിൻ്റെ കുട്ടിക്കാലം കാണിച്ച പയ്യൻ സൂപ്പറായിരുന്നു കേട്ടോ. കുട്ടി ടോപ്പിന് ഒരു ഫീല് നമുക്ക് അവൻ്റെ അടുത്ത് തോന്നുന്നു, അവൻ്റെ കഥാപാത്രത്തിൻ്റെ അടുത്ത്. കഥയിൽ ഉള്ള കാര്യമല്ല, അല്ലാതെ അവൻ്റെ അഭിനയം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇപ്പം ലാലേട്ടൻ്റെ ആ സീനൊക്കെ വരുമ്പോൾ ലാലേട്ടൻ്റെ ഹൈപ്പ് കയറ്റുന്ന രംഗങ്ങളാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കൂടി നൈസായിട്ട് ഞാനും കൂടി വാഴ തടിയുമ്പം ചീരയും കൂടി ഒന്ന് നനഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഗോപാലണ്ണനും കൂടി ഇടയ്ക്ക് വന്നിട്ട് സ്കോർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് വേണ്ടെണ്ണ, അത് ബോറാണ് കേട്ടോ. അതിന് അടുത്ത പടത്തിൽ അങ്ങനെ ചെയ്യാൻ നിൽക്കല്ലേ കേട്ടാ. നമ്മളൊന്ന് കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്ര ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.